നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദിയാകൃഷ്ണയുടെ പ്രസവത്തെക്കുറിച്ചല്ല, മറിച്ച് എനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ്. ദിയാകൃഷ്ണയുടെ പ്രസവം വൈറലാക്കുകയും ചെയ്തു. ദിയാകൃഷ്ണ സുഖമായിട്ട് പ്രസവിച്ച് പോവുകയും ചെയ്തു. ദിയാകൃഷ്ണ അതൊക്കെ മറന്നിട്ട് അടുത്ത വീഡിയോസ് എൻ്റെ ആദ്യത്തെ അമ്മ ദിവസം എന്നൊക്കെ പറഞ്ഞ് അടുത്ത വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ദിയാകൃഷ്ണ പ്രസവം അത്ര ഈസി ആവാൻ കാരണം എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ അവരെടുത്തിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. അവരത് പറഞ്ഞിരുന്നു, ഞാൻ ഒരുങ്ങിയാണ് പോകുന്നത് എന്നൊക്കെ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ എല്ലാ സ്ത്രീകളിലും അവസ്ഥ ഇതൊന്നുമല്ല. ഇതിനൊന്നുമുള്ള സാവകാശം കിട്ടിയെന്ന് വരില്ല. പലപ്പോഴും പലരും തിയേറ്ററിലേക്ക്, അതായത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് തന്നെ പെയിൻ തുടങ്ങിയതിന് ശേഷമായിരിക്കും. പറയുന്ന പോലെ എല്ലാവർക്കും പെയിൻ ഒരുപോലെയല്ലെന്ന് ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിലും പറഞ്ഞിരുന്നു. അത് ഓരോരുത്തരുടെയും ആരോഗ്യവും എക്സസൈസും മരുന്നുകൾക്കും ഒക്കെ അനുസരിച്ചായിരിക്കും അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഇത്ര വലിയ പെയിനൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് അതിലും പെയിൻ തോന്നി എൻ്റെ കാര്യം എൻ്റെ കാലിൻ്റെ മുട്ട് ഒരു ലോങ് ജമ്പ് ചാടിയപ്പോൾ ഇളകിപ്പോയി. ആ വേദന എന്ന് പറയുന്നത്, ആ വേദന വെച്ച് നോക്കുമ്പോൾ എൻ്റെ ആ കാല് ഇളകിപ്പോയ കാല് പിടിച്ചിടാനെടുത്ത വേദന, ആ വേദന വെച്ച് നോക്കുമ്പം അതിൻ്റെ ഒരു 10% പോയിട്ട് 1% പോലും വേദന എനിക്ക് പ്രസവ വേദനയായിട്ട് അനുഭവപ്പെട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. എൻ്റെ അനുഭവം മാത്രമല്ല, എനിക്ക് എൻ്റെ കുറച്ച് അടുത്ത സുഹൃത്തുക്കളും എൻ്റെ കുറച്ച് അടുത്ത റിലേറ്റീവ്സും ഇത് തന്നെയാണ് പറയുന്നത്. അതിന് കാരണം എന്തെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഒരു ഹോമിയോ മരുന്നുണ്ട്, അതിൻ്റെ പേര് ബയോ കോമ്പിനേഷൻ 26 എന്നാണ്. ആ മരുന്ന് ഞങ്ങൾ 7 മാസം തൊട്ട് ഞങ്ങളെല്ലാവരും, ഞാനും എനിക്ക് പറഞ്ഞു തന്ന എൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫാണ് പറഞ്ഞു തന്നത്. അവരും എൻ്റെ ചേച്ചിയുടെ മകൾക്ക് 4,600 അതിൻ്റെ വെയിറ്റ്. അവർ നോർമൽ ഡെലിവറി ആയിരുന്നു. അവർക്കും ഈ പറയുന്ന പോലെ പെയിനൊന്നും ഇല്ലാത്ത ഡെലിവറി ആയിരുന്നു അവർ നടത്തിയത്. അതുപോലെ എൻ്റെ കുറച്ച് അടുത്ത സുഹൃത്തുക്കളുണ്ട്, അവർക്കൊക്കെ ഞാനിത് പറഞ്ഞു കൊടുത്തപ്പോൾ അവരെല്ലാം അത് ഡോക്ടറോട് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് മാത്രമാണ് ഉപയോഗിച്ചത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നതിൻ്റെ പേരിൽ ഞാനൊരു ഡോക്ടറല്ല, എൻ്റെ അനുഭവം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതൊരു ഡോക്ടറുമായിട്ട്, അതൊരു ഹോമിയോ ഡോക്ടറുമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉള്ളവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. ഇനി ചിന്തിക്കണമെങ്കിൽ തന്നെ നിങ്ങൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുക, അതിനുശേഷം മാത്രം ചെയ്യുന്നതാണ്. പക്ഷേ എല്ലാവർക്കും ചെയ്യാവുന്ന മറ്റു ചില കാര്യങ്ങളുമുണ്ട്. നമുക്ക് നമ്മുടെ ഡെലിവറി നോർമലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും. ഇതെനിക്ക് പറയാൻ സാധിക്കുന്നത്, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്, എൻ്റെ മോനെ പ്രഗ്നൻ്റ് 21 വർഷം മുമ്പ് ഞാൻ എൻ്റെ മൂത്ത മകനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ സ്ഥിരമായി വരാറുള്ള കുറേ പ്രായം ചെന്ന അമ്മമാരുണ്ടായിരുന്നു. 10-80 വയസ്സുള്ള. അപ്പോൾ അവരൊക്കെ അവരുടെ കുട്ടിക്കാലത്ത് അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ, അവർ പറഞ്ഞ പോലെ നെല്ല് കുത്താനും അല്ലെങ്കിൽ അരി പൊടിക്കാനും ഒന്നും നമുക്ക് പറ്റില്ല. പക്ഷെ അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ അവർ കഴിച്ചിരുന്ന ചില മരുന്നുകളുണ്ടായിരുന്നു. അവർ ശീലിച്ചിരുന്ന കുറച്ച് ജീവിത ശൈലികളുണ്ടായിരുന്നു. അവരാ പറയുന്നത്. കാരണം എങ്ങനെയെങ്കിലും എന്തായാലും പ്രഗ്നൻ്റ് ആയി, ഇതിനി പ്രസവിക്കാതെ നമുക്ക് പറ്റില്ല. ഓക്കെ, ഇനി ദിവ്യാകൃഷ്ണയുടെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർ ദിവ്യാകൃഷ്ണയുടെ പ്രസവം കണ്ടിട്ട് എനിക്കിനി പ്രസവിക്കാൻ പറ്റില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിനെക്കാട്ടിലും ഭയങ്കര വേദനയാണ് ഡെലിവറി, നോർമൽ ഡെലിവറി അല്ലാതെ സിസേറിയൻ ചെയ്യുന്നത്. സി സെക്ഷൻ ഇതിനെക്കാട്ടും ഭയങ്കരമാണ്. കാരണം പ്രസവിക്കുന്ന സമയത്തെ ആ 2-3 മിനിറ്റത്തെ പെയിൻ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രസവ വേദന എന്ന് പറയുന്നത്. പക്ഷെ സിസേറിയൻ അങ്ങനെയല്ല. കുറേ കാലം നമുക്ക് കട്ടിപ്പണിയെടുക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ വേദന, പിന്നെയും ഈ സ്റ്റിച്ച് പഴുക്കുകയോ അങ്ങനെ വല്ലതും ചെയ്താൽ അത് അതിനേക്കാട്ടിലും വലിയ വേദനയാണ്. നമ്മൾ ഈ പ്രസവിക്കുന്ന പോലെ ഒന്നുമല്ല. പ്രസവ വേദന അത്ര വലിയ സീരിയസ് ഒരു വേദനയായിട്ടൊന്നും കാണാൻ കഴിയില്ല. പക്ഷെ ചിലർക്കത് ഭയങ്കര പെയിൻ തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഡോക്ടർമാർ തന്നെ പറഞ്ഞാൽ അറിയുള്ളൂ. ഇത് പറയാൻ കാരണം, ഞാൻ എൻ്റെ പ്രഗ്നൻസി സമയത്ത് ഞാൻ പെയിൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ ചെന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ആ ഡെലിവറി റൂമിൽ, ലേബർ റൂമിൽ കയറുന്നത് തന്നെ. അതുവരെ എനിക്ക് അതിനകത്ത് കയറി കിടക്കാനൊന്നും അവസരം കിട്ടിയില്ല. അതായത് ഈ ഒബ്സർവേഷനിലൊക്കെ കിടക്കുന്നവരെയാണ് നമ്മൾ സാധാരണ കിടത്തുന്നത്. അപ്പം ഞാൻ ചെന്നപ്പോൾ 2 പെൺകുട്ടികൾ അവിടെ ഒബ്സർവേഷനിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കയറി ചെന്നപ്പോഴേ അവർ ബഹളം വെക്കാൻ തുടങ്ങി. ഡോക്ടറെ, ഞങ്ങൾക്ക് റൂമിലോട്ട് പോകണം, ഞങ്ങൾക്ക് പേടിയാ. പക്ഷെ ഡോക്ടർ പറഞ്ഞു, അമ്പിളി ചിരിച്ചുകൊണ്ടാണ് കിടക്കുന്നത്, പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? അപ്പോൾ ഇവിടെ ഓരോ പെണ്ണുങ്ങൾ വന്ന് കാണിക്കുന്നത് കണ്ടാൽ എന്ത് ചെയ്യും? ഇത് ഞാൻ എന്നെ ഗ്ലോറിഫൈ ചെയ്ത് പറയല്ല കേട്ടോ, എൻ്റെ സ്വന്തം അനുഭവം തന്നെയാണ് പറഞ്ഞത്. അന്ന് ഡോക്ടർ പത്മയായിരുന്നത്. ഓരോ പെണ്ണുങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ എന്നാ പറയുന്നത്? എന്തായാലും അവരെ റൂമിൽ നിന്ന് മാറ്റി. പക്ഷെ നമുക്ക് വിട്ടുള്ള വേദനയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ധാരണ എന്താണെന്ന് അറിയാമോ? നമുക്ക് സിനിമയിലൊക്കെ കണ്ടുള്ള അനുഭവം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പെയിൻ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പം കരഞ്ഞാൽ മതിയല്ലോ. ഇപ്പോഴേ അലറിക്കൂവി നമ്മൾ നാട്ടുകാരെ ഉണർത്തേണ്ട കാര്യമില്ലല്ലോ. കുറച്ചുകൂടെ വേദന വരട്ടെ എന്ന് വിചാരിച്ച് സത്യത്തിൽ ഞാൻ അങ്ങനെയാണ്. സത്യത്തിൽ എൻ്റെ അനുഭവം അതാണ്. ഞാൻ കരയായിരുന്നു, എൻ്റെ കാര്യം അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വിട്ടുള്ള വേദനയാണ്, അല്ലാതെ സ്ഥിരമായ ഒരു വേദന അങ്ങ് നിൽക്കുകയല്ല, വിട്ടുള്ള. അപ്പോൾ ആ വേദനയുടെ ഇടയ്ക്ക് നമുക്കൊന്ന് ശ്വാസം വിടാനും ഒക്കെ ഉള്ള സമയമുണ്ട്. ആ വേദന വരുമ്പോൾ നമുക്ക്, പക്ഷെ അത്ര സഹിക്കാൻ മേലാത്ത വേദന എനിക്ക് തോന്നിയില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, സത്യമായിട്ടും എനിക്ക് തോന്നിയില്ല. അപ്പം ഇനിയും വേദന കൂടിക്കൂടി വരുമല്ലോ. കാരണം ഓടിക്കൂടി വരുമ്പോൾ നമുക്ക് വീണ്ടും കരയാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇപ്പോഴേ കരച്ച് തളരണ്ട എന്നൊരു ധാരണയിലാണ് ഞാൻ എന്നിപ്പോൾ കരയാതിരുന്നത്. അപ്പോൾ പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്,
വിഷയത്തിൽ നിന്ന് മാറുകയല്ല, പറഞ്ഞു വന്നത് ഞാൻ കഴിച്ച മരുന്നിനെ കുറിച്ചാണ്. ആ മരുന്ന് 7ാം മാസം മുതൽ രാവിലെയും വൈകിട്ടും 3-4 എണ്ണം വെച്ചാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയുന്നു, ഇത് നിങ്ങളൊരു ഡോക്ടറുമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇത് എൻ്റെയും എൻ്റെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ അനുഭവം മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നീട് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രായം ചെന്നവർ പറയുന്നത് കുറുന്തോട്ടിപ്പാൽ കഷായം. അതായത് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് മുറ്റത്തും അല്ലെങ്കിൽ പറമ്പിലൊക്കെ നിൽക്കുന്ന കുറുന്തോട്ടി എന്ന് പറയുന്ന ഒരു സസ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അമ്മയോടോ ആരോടെങ്കിലും ചോദിച്ചാൽ അങ്ങനെ ഒരു സസ്യമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ റോഡ് സൈഡിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് കുറുന്തോട്ടി. ആ കുറുന്തോട്ടിയുടെ വേര്, കുറുന്തോട്ടി പിഴുതെടുക്കണം. അതിൻ്റെ വേര് നന്നായിട്ട് കഴുകി അതിനകത്തെ മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം അത് ആ വേര് മാത്രം കട്ട് ചെയ്തെടുക്കണം. മൂടോടെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് ചതയ്ക്കണം. നമ്മൾ ഈ കുരുമുളകൊക്കെ ചതയ്ക്കുന്ന പാത്രത്തിൽ അതിലൊക്കെ ഇട്ട് നന്നായിട്ട് ചതച്ചിട്ട് കുറച്ച് പാലെടുക്കുക. അത് കുറച്ചേറെ അതിൻ്റെ ഇരട്ടി വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് കുറുക്കണം. കുറുക്കിയതിന് ശേഷം നല്ലപോലെ ഒരു അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് ഇത് കുടിക്കണം. എന്നും വൈകുന്നേരമാണ് ഞാനിത് കുടിച്ചുകൊണ്ടിരുന്നത്. എനിക്കത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് പെയിൻ ഇല്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം. മറ്റൊന്ന് ഞാൻ ചെയ്തത്, നന്നായിട്ട് നല്ലെണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് ദിവസവും ശരീരം എല്ലാം മസാജ് ചെയ്ത് കുളിക്കുമായിരുന്നു. നമ്മുടെ ശരീരത്തിന് ഒരു അയവ് വരാൻ വേണ്ടിയിട്ട്. നല്ലെണ്ണ നല്ലതാണെന്നാണ് അവരൊക്കെ പറഞ്ഞു കേട്ടതാണ്. അതുകൊണ്ട് അവരതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രസവ രക്ഷയ്ക്കാണെങ്കിലും അവർ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു. അവർ പറഞ്ഞ പോലെ ഒക്കെ ഞാൻ റെസ്റ്റ് എടുക്കുമായിരുന്നു. അവരെന്ത് കയ്പ്പ് തന്നാലും ഞാനത് കഴിക്കുമായിരുന്നു. കാരണം നമുക്ക് പിന്നീട് അങ്ങോട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സത്യം പറഞ്ഞാൽ എനിക്കിപ്പം ഇത്രയും കാലമായിട്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇതുവരെ അങ്ങനെയുള്ള പ്രസവ സംബന്ധമായിട്ടുള്ള ഒരു അസുഖങ്ങളും ദൈവം സഹായിച്ച ഗ്യാസിൻ്റെ അസുഖമായിട്ട് നടുവേനായിട്ട് അങ്ങനെ ഒടേ തമ്പുരാൻ്റെ കൃപ കൊണ്ട് ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. നമ്മളങ്ങനെയൊക്കെ നോക്കിയത് കൊണ്ടായിരിക്കും. കാരണം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പ്രസവം കഴിഞ്ഞ ഉടനെ ഈ ഗൾഫിലും അമേരിക്കയിലൊക്കെ പോകേണ്ടി വരുന്നവർ പിന്നീട് അവർക്ക് നടുവേദനയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അവർ വന്ന് ആയുർവേദ ഹോസ്പിറ്റലുകളിലൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ പല ഹോസ്പിറ്റലുകളിലും എൻ്റെ പല ആയുർവേദ ഡോക്ടർമാരും ഒക്കെ എനിക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, നമ്മൾ എടുക്കേണ്ട സമയത്തുള്ള കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും എല്ലാം നമ്മൾ എടുക്കുക തന്നെ വേണം. അതൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം അതൊക്കെ നമ്മുടെ ഭാവിയിലെ നമ്മുടെ ജീവിതത്തെ ഭാരമായി ബാധിക്കും. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ഉണ്ടാകും. കാരണം നമ്മുടെ പ്രസവ സമയത്തെന്ന് പറയാൻ നമ്മുടെ ശരീരം കുറച്ച് ഇളന്ന്, അങ്ങനെയാണ് പറയുന്നത്, കുറച്ചൊന്ന് എല്ലാം ലൂസാകുന്ന സമയമാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ശരീരം കുറച്ചൊന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുന്നതൊക്കെ നല്ലതാണ്. അവർ പറയുന്ന പോലെയൊക്കെ റെസ്റ്റ് എടുക്കണം. കുഞ്ഞിൻ്റെ ഒക്കെ അന്നേരം നമ്മളെ സംരക്ഷിക്കാനൊക്കെ ആളുവാണല്ലോ. ആ സമയത്ത് നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ബയോകം 26 എന്ന് പറയുന്നൊരു മരുന്നുണ്ടായിരുന്നു. ആ മരുന്ന് ഞാൻ കഴിച്ചിരുന്നു. അതേപോലെ കുറുന്തോട്ടി പാൽ കഷായം നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ തന്നെ കാണാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാനത് നോക്കി അതൊക്കെ ആയുർവേദ ഡോക്ടർമാരൊക്കെ അത് കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ എണ്ണ തേച്ച് നന്നായിട്ട് കുളിക്കുക. ഇതൊക്കെ പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ഡോക്ടർമാർ പറഞ്ഞു ചെയ്യും. അതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയത്തക്ക പെയിനൊന്നും ഇല്ലാതെ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് സാധാരണക്കാരായ സ്ത്രീകൾക്ക് സുഖമായിട്ട്, സുഖം എന്ന് പറഞ്ഞാൽ സുഖപ്രസവമല്ല എന്നെല്ലാവരും പറയുന്നുണ്ട്. ശരിയാണ്, സുഖപ്രസവമല്ല. പക്ഷെ നമുക്ക് താങ്ങാവുന്ന പെയിനൊക്കെ ഉണ്ടാവുള്ളൂ. അല്ല വലിയൊരു പെയിനൊന്നും ഉണ്ടായി നമ്മൾ ഈ പറഞ്ഞ പോലെ സീനൊന്നും സൃഷ്ടിക്കേണ്ടി വരില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നവരും ഇനിയും പ്രഗ്നൻസിയിലേക്ക് പോകാൻ താല്പര്യമുള്ളവരും പോകുന്നവരും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറയത്തക്ക പറഞ്ഞ പോലെ നിങ്ങൾക്ക് വളരെ സുഖപ്രസവം കുറച്ചൊക്കെ സുഖമായിട്ട് പ്രസവിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. പിന്നെ എൻ്റെ കുറേ ആൾക്കാർ ബന്ധുക്കളൊക്കെ പറഞ്ഞത് ആൺപിള്ളേരായതുകൊണ്ടാണ് നിനക്ക് വലിയ പ്രസവ വേദന ഇല്ലായിരുന്നു, എനിക്ക് പെങ്കൊച്ചായതുകൊണ്ട് പെൺപിള്ളേരാണെങ്കിൽ ഭയങ്കര, അങ്ങനൊന്നുമില്ല. ഇതിൽ ആൺകുട്ടി, എൻ്റെ ചേച്ചിയുടെ 2 മക്കളും പെൺകുട്ടികളായിരുന്നു. അവരെ പ്രസവിക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായതായിട്ട് അവർ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഇതേ അനുഭവം തന്നെയാണ് പുള്ളിക്കാരിയും അന്ന് ഷെയർ ചെയ്തത്. എൻ്റെ കൂട്ടുകാരിയും ഇതേ അനുഭവം, അവർക്ക് 2 പെൺകുട്ടികളാണ്, അവളും ഇതേ അനുഭവം തന്നെയാണ് ഷെയർ ചെയ്തത്. എൻ്റെ കസിൻ ബ്രദറിൻ്റെ പുള്ളിക്കാരിക്ക് 2 ആൺപിള്ളേരാണ്. പുള്ളിക്കാരിക്കും വേദന ഈ പറഞ്ഞ പോലെ അത്ര പെയിനൊന്നും ഉണ്ടായതായിട്ട് പറഞ്ഞു കേട്ടില്ല. ഈ പറഞ്ഞ പോലെ എൻ്റെ പ്രസവം എടുത്ത ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു, ഇത്ര ഈസി ആയിട്ട് പ്രസവിച്ചിട്ട് പോകുന്ന ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണെന്നാണ് പറഞ്ഞത്. കോമഡി ആയിട്ട് പറഞ്ഞായിരിക്കും, പക്ഷേ സത്യം പറഞ്ഞാൽ എല്ലാം പെട്ടെന്നായിരുന്നു. എനിക്ക് അത്ര വലിയ പെയിൻ അനുഭവിച്ച് കരയാനുള്ള അവസരം കിട്ടി എന്നുള്ള ആദ്യത്തെ പ്രസവത്തിന് പോലും കിട്ടിയില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭയമുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെയുള്ളൊരു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പം ഇഷ്ടം പോലെ, അന്നത്തെ കാലത്ത് എനിക്കത് ആ 20 വർഷം മുമ്പെന്നാണ് ഞാൻ പറയുന്നത്. അന്ന് ഇതുപോലെ യൂട്യൂബോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കറിയാവുന്ന ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെയുള്ളൊരു സംഭവമുണ്ട്, നിങ്ങൾ അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവർ പറഞ്ഞു കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടം പോലെയുണ്ട്. കോളേജ് ഡോക്ടറുണ്ട്, നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഇഷ്ടം പോലെ സാഹചര്യം നിങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ആ സാഹചര്യമൊക്കെ മുതലാക്കി നിങ്ങൾ ഇതുപോലിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് എടുത്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ പ്രസവിക്കുക. അത് സത്യം തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് ഇങ്ങനെയല്ല നിങ്ങളുടെ അനുഭവമെങ്കിലും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.